നമസ്കാരം. ഞാൻ രാജേഷ് മലർകണ്ടി. നമ്മളൊരു വീട് നിർമ്മിക്കുമ്പോൾ അതിൻ്റെ ബഡ്ജറ്റ് പൊട്ടിപ്പോവുക എന്നത് എല്ലാവർക്കും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. എങ്ങനെയാണ് ഒരു വീടിൻ്റെ ബഡ്ജറ്റ് താറുമാറാവുന്നത് എന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിനൊരു പ്രധാന കാരണം ആവശ്യം അറിഞ്ഞ് പ്രവർത്തിക്കാതെ ആവശ്യത്തിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ്. പലപ്പോഴും പ്ലിന്ത് ഏരിയ എത്ര വേണമെന്ന ഒരു ധാരണയില്ലാതെ ഒരു വീട് നിർമ്മിക്കുമ്പോൾ അതിന് ഒരു സ്ക്വയർ ഫീറ്റിന് എത്ര രൂപ ആകും എന്ന് അറിഞ്ഞ് അതിനനുസരിച്ച് പ്രവർത്തിക്കാതെ ഒരുപാട് കൂടുതൽ സ്ക്വയർ ഫീറ്റുകളും കൂടുതൽ റൂമുകളും ചെയ്തു വെക്കുന്നത് കൊണ്ട് തന്നെയാണ് പലപ്പോഴും ബഡ്ജറ്റ് പൊട്ടുന്നത്. ഒരു ക്ലയൻറ്റിന് 3 ബെഡ്റൂമിൻ്റെ ആവശ്യമോ ഉള്ളൂ എങ്കിലും അവർ നാലാമതൊരു ബെഡ്റൂം കൂടി എന്നോ വരുന്ന ഒരു ഗസ്റ്റിന് വേണ്ടി നാലാമതൊരു റൂം കൂടി മാറ്റി വെക്കുന്നത് പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഈ ഒരു റൂമിൻ്റെ ആവശ്യം ആ വീട്ടിന് ഇല്ലെങ്കിലും ആ ഗസ്റ്റിന് വേണ്ടി എന്ന് പറഞ്ഞ് ഒരു ഗസ്റ്റ് ബെഡ് മാറ്റി വെക്കുന്നത് കൂടി തന്നെ ഒരു വീടിൻ്റെ ബഡ്ജറ്റ് പൊട്ടിപ്പോകുന്ന ഒരു സാധ്യത പലപ്പോഴും കണ്ടുവരാറുണ്ട്. ഈ റൂമിലേക്ക് എന്നോ വരുന്ന ഒരു അതിഥിക്ക് വേണ്ടി ഇങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ നടത്തി നമ്മുടെ വീടിൻ്റെ നല്ല രീതിയിൽ തീർക്കാൻ പറ്റുന്ന ഒരു വീടിനെ നമ്മൾ നമുക്ക് തന്നെ സാമ്പത്തിക ബാധ്യതയുണ്ടാക്കുന്ന രീതിയിൽ എത്തിക്കുന്നത് നമ്മൾ തന്നെയാണ്. അതുകൊണ്ട് ഒരു വീട് നിർമ്മാണത്തിൽ തീർച്ചയായും നമ്മുടെ ആവശ്യം അറിഞ്ഞ് മാത്രം നമ്മൾ ഏരിയ ലിമിറ്റ് ചെയ്തുകൊണ്ട് ഒരു വീട് നിർമ്മാണവുമായി മുന്നോട്ട് വരണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ ബഡ്ജറ്റിൽ ഒതുക്കി നമുക്ക് വീട് നിർമ്മിക്കാൻ സാധിക്കും. താങ്ക് യു.